السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ബഹുമാന ഉസ്താദന്മാരെ, നമ്മളുടെ ഷെയ്ഖുനടക്കമുള്ള എല്ലാ ഉസ്താദന്മാരും എല്ലാവരുടെയും പേര് പറയാൻ സമയം ഏകദേശം ബാങ്കിൻ്റെ സമയത്തുണ്ട്. അപ്പോൾ ഞാൻ ഈ മഹലിലെ ഖാദിയായിട്ടും ഈ പ്രദേശത്ത് ജോലി ചെയ്യാൻ തുടങ്ങിയിട്ടും ഏകദേശം 50 വർഷത്തോളമായി. ഇൻഷാ അല്ലാഹ് ഈ നാട്ടില് ഇങ്ങനെ ഒരു സ്ഥാപനം വന്നതിൽ എനിക്ക് എന്നല്ല ഈ നാട്ടിലുള്ള എല്ലാവരും വളരെ സന്തോഷത്തിൻ്റെ ഒരു ദിവസമാണ് ഞങ്ങൾക്ക്. അതായത് ഇർഫാനി കോളേജ് എന്ന് പറഞ്ഞാൽ ഇർഫാനി എന്ന് പറഞ്ഞിട്ടുള്ള മാരിഫത്തുനിന്ന് വന്നതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉസ്താദിൻ്റെ സംസാരം സാധാരണക്കാർക്ക് വലിയമാരല്ലാത്തവർക്ക് വേണ്ടത്ര കണ്ട് തലയിൽ കയറിയിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുക. ശരീഅത്ത് ഹക്കീക്കത്ത് തരീക്കത്ത് മാരിഫത്ത് ഈ 3-4 വിഷയത്തിൽ കൂടെയാണ് ഇപ്പോൾ കുറച്ച് സമയമാണെങ്കിലും ആ സംസാരം പോയിട്ടുള്ളത്. അത് വളരെ പാഠം ഉൾക്കൊള്ളാനുള്ള ഒരു സംസാരമായിട്ടുണ്ട്. അപ്പം ഇൻഷാ അല്ലാഹ് അതിനെ പറ്റിയൊന്നും വിശദമായിട്ട് ഞാൻ പറയുന്നില്ല, ഞാൻ അതിനെ അറിയാനുമല്ല. പിന്നെ ഒരു കാര്യം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇവിടെ സ്ഥാപനം തുടങ്ങാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഉസ്താദ് വന്നിട്ട് ഇതിനെ ആദ്യം കുറ്റിയറച്ചിട്ട് ബദർ മൗലൂദാ ഓതിയത്. അപ്പൊ ബദർ മൗലൂദ് ഓതിയത് സമയത്ത് തന്നെ ഞാൻ ഇത് ഒരു പ്രയാസമല്ലാതെ ഈ കാര്യം നടക്കും എന്ന് ഞാൻ അന്ന് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഷുജായി അല്ല, മൊയ്ൻകുട്ടി വൈദ്യരൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. മൊയ്ൻകുട്ടി വൈദ്യർ ബദർ ഇസബാറിലൊക്കെ ബെരുത്തു പേർക്ക് വിലായത്തെത്തി മുഫല്ലനാം വലിയാക്കളായി വീട്ടുറാഹിമയൻ കൊതി ബദിരീങ്ങളെ വളർഹക്കിനാൽ ആരിഫാം വലിയാക്കലിൽ ചിലർ ഉന്നിരോഗികൾ റൈസിലെ അംഗകൈകളെ ബെത്തവർ റസ്മാക്കളാൽ ശിവതടലിൽ സാരി ആൽ ഗുണം ഒത്തി എടുത്തതില്ല കൈ സത്യം സയ്യിദി ശിവതായനിൽ ബദരീങ്ങളെ വളർഹക്കിനാൽ. അസ്മാഉൽ ബദറിന്റെ പേര് പറഞ്ഞിട്ടുള്ള മൗലിദ് ഓതിയിട്ടാണ് ഇത് ആദ്യം തുടങ്ങിയിട്ടുള്ളത്. അപ്പോ കാര്യം പൂർത്തിയാവും എന്നുള്ളതിൽ ഒരു സംശയം ഉണ്ടായിട്ടില്ല. എനിക്ക് അതന്ന് തന്നെ അത് വളരെ ഭംഗിയായിട്ട് വളരെ അടുത്ത് പൂർത്തിയാവും എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കിയാലും നേർച്ചയായിട്ട് ആ കാര്യങ്ങളൊക്കെ പൂർത്തിയാകുകയും ചെയ്തു. അപ്പൊ എനിക്ക് വളരെ സന്തോഷമുള്ളതും എനിക്ക് എന്നല്ല ഈ നാട്ടുകാരായ ഞങ്ങൾക്കൊക്കെ ഉള്ള സന്തോഷം, നമ്മളുടെ നാട്ടില് ഇങ്ങനെ സ്ഥാപനം, ഒരു ദീനി സ്ഥാപനം വന്നു. അതില് ഈ പ്രദേശത്ത് കാര്യസ്ഥലം കൊടുത്തവരുണ്ടാവും, ഇല്ലാത്തവർ സംഭാവന കൊടുത്തവരുണ്ടാവും, അല്ലാത്തവർ പുറം നാട്ടിൽ നിന്ന് വന്നിട്ട് അങ്ങനെ ചെയ്തവരൊക്കെ ഉണ്ട്. ഒരുപാട് ആളുകൾ സഹായിക്കും, സ്ഥലം കൊടുത്തിട്ടും സംഭാവന കൊടുത്തിട്ടും ലേലം വിളിച്ചിട്ടൊക്കെ. ഇതിപ്പോ ഒരു കടങ്ങളോ കാര്യങ്ങളൊന്നും ഇപ്പൊ പറയത്തക്ക, ഇപ്പൊ ഈ ചെയ്ത പണിയിൽ വലിയ കടങ്ങളില്ലാത്ത ഒരവസ്ഥയിൽ എത്തിക്കൊടുഞ്ഞ് കുറെ മെയിൻ്റനൻസ് പണികളും മറ്റൊക്കെ നടക്കേണ്ടതുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് അവിടെ കുട്ടികളെ താമസിപ്പിച്ച് പഠിക്കുമ്പോ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാവണല്ലോ. അപ്പൊ ഇനി ഒന്നും ചെയ്യരുതെന്നല്ല പറഞ്ഞത്, ഇനിയാണ് ചെയ്യേണ്ടതെന്ന്. ഇപ്പൊ കുട്ടികളുണ്ടായിരുന്നില്ല, ഇപ്പൊ കുട്ടികളും കൂടി വന്നു. അപ്പൊ കുറച്ച് ചെലവ് കൂടി വന്നു. അപ്പോ ഈ നാട്ടുകാരെന്നല്ല പുറം നാട്ടുകാരും ദീനെ സ്നേഹിക്കുന്നവരും എല്ലാവരും ഇത് ഒത്തൊരുമിച്ച്, ഇത് ഈ നാട്ടുകാരുടെ ഒരു സ്ഥാപനമല്ല, നമ്മളെ എല്ലാവരുടെയും കൂടിയിട്ടുള്ള ഒരു കൂട്ടായ്മയിലുള്ള സ്ഥാപനമാണ്. അതിനെല്ലാവരും കഴിവിൻ്റെ പരമാവധി
സഹായിച്ചും സഹകരിച്ചും ഇതിനൊരു വീഴ്ചയും കൂടാതെ ഉസ്താദ് പറഞ്ഞു, എൻ്റെ ഒരു പ്രയത്നത്തിൻ്റെ മുന്നിൽ നമ്മളൊരു വഴികാട്ടി എന്നുള്ളൂ. ഞാനിതുകൊണ്ട് പോകൂല, എനിക്കിതിൻ്റെ ആവശ്യമില്ല എന്ന്. അത് നമുക്ക് തന്നെ അറിയാം. ഉസ്താദിനും ഇപ്പം ഇതിൻ്റെ ആവശ്യമല്ല, ഇതുകൊണ്ടൊരു പോകൂല ഉസ്താദ്. ഈ സ്ഥാപനം ഈ നാട്ടുകാർ തന്നെയാണ്. അപ്പം എല്ലാവരും എല്ലാ നിലക്കും ഇതിനെ സഹായിക്കണം. ഈ നാട്ടുകാർ വേണം, ഉസ്താദുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവരും സഹായിക്കണം എന്ന് ഞാൻ പറയാണ്. അപ്പം എല്ലാവരും അങ്ങനെ സഹായിച്ച് സഹകരിച്ച് ഇതിന് യാതൊരു കോട്ടോ വാട്ടൊന്നും കൂട്ടാതെ ഇതിൻ്റെ അടുത്ത വാർഷികം നടക്കുന്ന സമയത്തിൽ ഇതിലും കുറച്ചൊക്കെ ഉപരിയായിട്ടുള്ള സൗകര്യങ്ങളോട് കൂടി നമുക്ക് വാർഷികം നടത്താനും അതിൽ കൂടാനും പങ്കെടുക്കാനും എണ്ണത്തിലും വണ്ണത്തിലും ഒന്നും കുറയാതെ നമ്മൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീക്ക് ചെയ്യുമാറാവട്ടെ. ഇത് കൊടുത്ത ഇത് സംഭാവനക്കൊക്കെ സംഭാവന ചെയ്ത എല്ലാവർക്കും അർഹിക്കുന്ന പ്രതിഫലം റബ്ബ് സുബ്ഹാനഹു വ തആല ഇരു വീട്ടിലും നൽകുമാറാവട്ടെ. അവരുടെ മാനസികമായ ശാരീരികമായ എല്ലാ പ്രയാസങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല അവരുടെയും അവരുടെ കുടുംബങ്ങളുടെയും പ്രയാസങ്ങളൊക്കെ തീർത്തു കൊടുക്കുമാറാവട്ടെ. പ്രത്യേകം ഇന്ന് മഹാരോഗങ്ങളെ കൊണ്ട് അപ്പോൾ ബഹുമാനവും നിങ്ങൾ അപ്പം ഞാൻ സംസാരം നിർത്താണ്. പിന്നെ അപ്പം ഞാൻ ബദർ മൗലൂദ് കൊണ്ടാണ് ഉസ്താദ് നമുക്ക് തുടങ്ങി തന്നത്. ആ ബദർ മൗലൂദ് കൊണ്ട് തന്നെയാണ് ഇപ്പം ഇന്ന് ഇതിൻ്റെ ഉദ്ഘാടനം ഉണ്ടായിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ബദർ മൗലൂദിനെ പരിചയമുള്ളവർക്ക് അറിയാം. ഇന്ന കസീറൻ മിനൽ ഔലിയാഇ ലം യഹ്സുൽ ലഹുൽ വിലായത്തു ഇല്ലാ ബിഖിറാഅത്തി അസ്മാഇഹിം വതവസ്സുലി ബിഹിം ഫനസ്അലുല്ലാഹ സുബ്ഹാനഹു വതആല ബിനബിയിനാ വസയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്ഹാബുൽ ബദറിന്റെ പേര് പറയാതെ ഒരു വലിയും അവരുടെ ദർജയിലേക്ക് ഒരു പട്ടത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന്. ഇന്നലെ ഞാൻ നമ്മൾ മജ്ലിസുന്നൂർ ഞങ്ങളുടെ മഹല്ലിൽ നടന്നിരുന്നു. ഞങ്ങളുടെ മഹല്ലിൽ അപ്പം ഞാൻ അങ്ങനെ അതിൻ്റെ പുറത്ത് എഴുതിയിട്ടുണ്ട് അതിൻ്റെ പിന്നെ മജ്ലിസുന്നൂറിൻ്റെ മഹത്വങ്ങളൊക്കെ. അപ്പം അങ്ങനെ മലയാളത്തിൽ എഴുതി വായിച്ചു നോക്കുമ്പോൾ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബാക്കളും കൂടി മദീനത്തെ പള്ളിയിൽ ഇരിക്കുമ്പോൾ ചിലര് അസ്ഹാബുൽ ബദറിന്റെ മദ്ഹ്
പറഞ്ഞിട്ട് ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ അതില് ഒരു സഹാബി നീ ചെന്നിട്ട് പറഞ്ഞു എന്നാ, ഒഫീന റസൂലും പിന്നെ ജഅലമു മാഫി ഗദിൻ, നാളെ ഉണ്ടാകുന്ന കാര്യം പറയുന്ന ഒരു പ്രവാചകൻ ഞങ്ങളിലുണ്ട് എന്ന് റസൂലിന്റെ മദ്ഹായിട്ട് മറ്റൊരു സഹാബി ചൊല്ലിയ സമയത്ത് ഇരിക്ക് അസ്ഹാബുൽ ബദറിന്റെ മദ്ഹ് തന്നെ പറയട്ടെ എന്ന് പറഞ്ഞു എന്ന്. റസൂലിന്റെ മദ്ഹ് പറയാൻ വേണ്ടി ഒരു സഹാബി, ഒരു കവി എഴുന്നേറ്റ് നിന്നപ്പോ വേണ്ടായിരിക്ക്, അസ്ഹാബുൽ ബദറിന്റെ കവി മദ്ഹ് തന്നെ പറയട്ടെ എന്ന് പറഞ്ഞ ഒരു ഭാഗം ഇപ്പൊ എനിക്ക് പെട്ടെന്ന് ഓർമ്മ കഴിഞ്ഞ മജ്‌ലിസിൽ ഓർമ്മ നമ്മള് അവിടെ ചെല്ലുന്നതാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് അപ്പൊ അസ്ഹാബുൽ ബദരീങ്ങളുടെ പേര് പറഞ്ഞിട്ടാണ് ഇത് തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ ഇത് പെട്ടത്തിലും നടന്നു, നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ കാലളവിലൊക്കെ നടക്കുന്നു, പൂർത്തിയായി. ഇൻഷാ അല്ലാഹ് ഇത് ഒരു കോട്ടവും വാട്ടവും ഒന്നും കൂടാതെ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തല് ഈ നാട്ടുകാരുടെയും ബഹുമാനപ്പെട്ട നമ്മളെ ഈ മജ്‌ലിസിൽ കൂടി എല്ലാവരുടെയും ഒരു ചുമതലയായിട്ട് എല്ലാവരും ഏറ്റെടുത്ത് ഇത് ഭംഗിയിൽ കൊണ്ടു നടക്കണം എന്ന് എൻ്റെ ശരീരത്തോടും എല്ലാവരോടും കൂടി ഞാൻ ഒരു ഉപദേശിക്കുക എന്നല്ല, ഒരു തമ്പീഹാക്കുക എന്നുള്ള നിലക്ക് മാത്രം പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ കൂടുതൽ സംസാരിക്കാതെ, ഞാൻ അങ്ങനെ പറയുന്ന എന്തെങ്കിലും അങ്ങനെ പറഞ്ഞു പോകുന്ന ഒരു സ്വഭാവം ഉണ്ട്. അപ്പൊ കൂടുതലൊന്നും പറയാതെ ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല മനുഷ്യന്മാരെ പല നിലക്കുള്ള പരീക്ഷണങ്ങളും ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ആ സമയത്ത് കീറുകയും മുറിക്കുകയും കരിക്കുകയും ചെയ്യുന്ന എല്ലാവിധ രോഗങ്ങളെ തൊട്ടും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മയും നമ്മളെ കുടുംബത്തെയും നമ്മളോട് ബന്ധപ്പെട്ടവരെയും ഈ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിയവരെയും ഇതിനെ സഹായിച്ചവരെയും സഹായിക്കാൻ പോകുന്നവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ഒരു ചെറിയ ആശംസ അറിയിച്ചു എന്നുള്ളൂ. എല്ലാവരും ഈ സ്ഥാപനമായി കൊണ്ട് സഹകരിക്കണം. അസ്സലാമു അലൈക്കും.